കച്ചറ കൂടി അപ്പാന്റെ അനിയന്റെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെയാണ് വരുന്നത്. ഉമ്മാന്റെ ഇളച്ചിയാണ്. അപ്പൊ ഉമ്മാനോട് നമുക്ക് 2 വാക്ക് ചോദിച്ചു നോക്കാം. എല്ലാരും ചോദിച്ച ആൾക്കാര് ഞങ്ങൾ അടിച്ചു എന്താ നിങ്ങൾക്ക് പറയാല്ലേ? നമ്മളെ ഇവിടുത്തെ 8 കുട്ടികള് ശത്രുക്കളാണ് കേട്ടോ പോണേ. ഞങ്ങൾ ശത്രുക്കൾ അതേ പോകുന്നു. കുഞ്ഞാമാനെ ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. അപ്പൊ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്, ഇന്നലെ നമ്മളൊരു കമന്റ് റിയാക്ഷൻ ഇട്ടേന്. അപ്പൊ ഇന്നത് ഞങ്ങള് എത്ര പെട്ടെന്നാവുന്ന ഞാൻ വിചാരിച്ചില്ല. അത് കണ്ടന്റ് ആയിട്ട് ഒന്നുമല്ല. വേണമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് കോള് വിളിച്ച് ഇന്നലെ അന്തേക്ക് പറഞ്ഞു നാളെ ഞങ്ങൾ അങ്ങോട്ട് നോമ്പെടുക്കാൻ വരുന്നുണ്ട്, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ ചോദിച്ചില്ല അറിഞ്ഞ വരുന്നുണ്ട് പറഞ്ഞു. ഇപ്പോഴും മെസ്സേജ് അയച്ചിന് ഞങ്ങൾ ഇറങ്ങിയേക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ കുറെ ആൾക്കാർ പറഞ്ഞു വീഡിയോ ഞങ്ങളിത് എടുക്കാനേ ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങൾ എന്താ പറയാ, അതിന്റെ ചോട്ടിലും ഓൽക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ട്, ഓലെന്തൊക്കെയോ മറിച്ചൊക്കെയുണ്ട് ഒരു കമന്റ്. പിന്നെ അതിലൊരു മുജീബ് ഇന്നലെ ഒരു പേരിലൊരു കുട്ടീനെ ഡീപ് വെച്ചിട്ട് താത്ത ഇന്നലെ മേനക്കെട്ട് ഇറങ്ങിയിരിക്കണം കേട്ടോ. ഇനി എന്താ കഥ അതറിയില്ല. ഞങ്ങൾ കൊറേ നോക്കി ചിരിച്ച് ഞങ്ങൾ മറുപടി കൊടുക്കാനൊന്നും നിന്നില്ല. പിന്നെ ദാരി കാട്ടാനിരിക്കാണെന്നല്ല ഞങ്ങള് തുറവുണ്ടാക്കണം. അപ്പൊ അതിന്റെ കൂട്ടത്തില് വ്ളോഗ് എടുക്കുകയാണ്. അപ്പൊ വരുന്ന അതിഥിയാള് ഓലാണ്. അപ്പൊ ഓലൊന്ന് ഫോക്കസ് ചെയ്യുന്നുണ്ട്. കുഞ്ഞാമിയും കുട്ടികളാണ് വരുന്നത്. ഉമ്മാന്റെ ഇളച്ചി ഇപ്പാന്റെ അനിയനും കച്ചറ കൂടി അപ്പാന്റെ അനിയന്റെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെയാണ് വരുന്നത്. ഉമ്മാന്റെ ഇളച്ചിയാണ്. അപ്പൊ ഉമ്മാനോട് നമുക്ക് 2 വാക്ക് ചോദിച്ചു നോക്കാം. ഞാനിവിടെ മന്തിയ വെക്കണ കാര്യമായിട്ട് അപ്പൊ ഉള്ളി അരിഞ്ഞ് വെച്ചിക്കണ്, തക്കാളി ഒക്കെ ഇവിടെ മസാല കൂട്ടി കൊറേ ഇപ്പോഴാണ് വരുന്നത്. ഞാൻ ഉച്ചക്ക് വന്നിട്ട് 2 റീൽ എടുക്കല്ലേ അപ്പൊ സംഭവം ആക്കി വെച്ചോണ്ട് ഒക്കെ ഞാൻ എന്റെ ചോപ്പർ വാങ്ങുമ്പോ സമയം സമ്പാദിക്കൂ. അപ്പൊ ഇതിക്കുള്ളതും തൈരിക്കുള്ളി ഞാൻ സെറ്റാണ്. കർലറ്റിക്കുള്ള ഉള്ളി. അപ്പൊ ചോപ്പർ വാങ്ങുമ്പോ സമയം ലാഭിക്കൂലേ? സമയം ലാഭിക്കും. അപ്പൊ ഇന്നത്തെ വ്ളോഗ് നമ്മക്കന്നെ ഒരു ഊറ്റെടുക്കാന്. കാരണം എന്താ വെച്ചാല് നമുക്ക് കൊറേ പുച്ഛിച്ചല്ലേ കമന്റത്തെ ആൾക്കാര് കൊറേ കളിയാക്കിയിരിക്കണേ ഞങ്ങൾ. ഈ സംഭവം നമ്മൾ ഓലോട് പറഞ്ഞിട്ടൊന്നുമില്ല. ഓല് ഇനി വീഡിയോ കണ്ടോ ഇല്ലേ അറിയില്ല. നീ വന്നിട്ട് ചോദിച്ചു നോക്കണം. അപ്പൊ ഓല് ഇന്നലെ തന്നെ വിളിച്ചിട്ടുണ്ട്. ഞങ്ങളടി നാളെ വരുന്നുണ്ട് തുറക്കാൻ നമുക്ക് വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഏതായാലും എന്നാ പോയി നീ വീഡിയോ എടുക്കും ചെയ്യാം. അപ്പൊ ഞാനൊന്ന് തറവാട്ട് പോവാണ്. ഞാൻ ഇപ്പൊ വരും. ബാക്കിയുള്ള പണി വെച്ചിട്ടല്ലേ ഞാൻ വന്നിട്ട്. ഞാൻ ചിക്കൻ മസാല ഒട്ടിച്ച് പൊരിച്ചിട്ട് അപ്പൊ രാമാറ്റക്കള 2ാമത്തെ തുറപ്പിച്ചിട്ട് എന്തായാലും വല്ലാതെ തുറവേ വിചാരിക്കാത്തൊരു തുറവി. ഇന്നലെ ഇപ്പൊ ഞങ്ങള് വീഡിയോ എടുത്ത് എന്നാ കുഞ്ഞു പോലെ തുറക്കാതെ തന്നെ കേട്ടോ. ഇനിയിപ്പൊ ഇതിനെ നമ്മളെ തറവാട്ടുകാരെ വിളിച്ചാൽ ഉദ്ദേശിച്ചിട്ടില്ല. തറവാട്ടുകാര് വിളിച്ചാൽ ഓല് ഇവിടെ ഓർക്ക് തുറവയും കാര്യമൊക്കെയാണ്. അവഞ്ഞമ്മ ഞാൻ പോയിട്ടമ്മ പോയിട്ട് വേഗം വരണം. ആയിക്കോട്ടെ. അപ്പൊ ഞങ്ങളിവിടെ പണി തുടങ്ങിയോണ്ടിരിക്കാണ്. ഇനി ചിക്കൻ ഒന്ന് മസാല കൂട്ടി വെച്ചങ്ങാടൊന്ന് വലിയ പൊരിച്ചാൻ നോക്കട്ടെ കേട്ടോ. അങ്ങനെ ശമന തറവാട്ടിക്ക് പോയിക്കണ്. ഇതാരും പോട്ടിന് മോണ്ടനോ പോയിക്കോളിന്നാ. അപ്പൊ തറവാട്ടില് ഇന്ന് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പൊ ഉമ്മാനെ കൊണ്ടുവരാൻ വന്നാണ്. വേഗം വരീട്ടോ. പോയിക്കോളി. എന്നാണ് ആയിക്കോട്ടെ. മോണ്ടനോട് പറപ്പിച്ചാ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ഇനി നമ്മളിവിടെ പണി ഇങ്ങനെ കുറച്ചൊക്കെ ആക്കി വെച്ചേക്കണ്. ഷംന അവിടെ തന്നെ തറവാട്ടിൽ ഇപ്പൊ അവിടെ നിസ്കരിച്ചും കിട്ടും. അപ്പൊ ഓള് തറവാട്ടിലാണ്. ഒരു വീഡിയോ കാര്യമൊക്കെ എടുക്കാണ്ടതിന് പോയതാണ്. അപ്പൊ ഉമ്മാനെ ആവശ്യമുണ്ട് അത് കൊണ്ടുപോയതാണ്. അപ്പൊ ഇനിയിപ്പൊ ഞാൻ ഇവിടെ മന്തിക്കുള്ള ചിക്കനൊക്കെ ഒന്നിങ്ങനെ പൊരിച്ച് വെച്ചേക്കണം, ഒന്ന് ചൂടാക്കി വെച്ചേക്കണം. പിന്നെ കൊക്കാവടക്കുള്ള സംഭവം ഇവിടെ ഇത് മസാലയും മൈദപ്പൊടിയൊക്കെ ആക്കി വെച്ചു. അതേപോലെ മറ്റേതോടെ ഇപ്പൊ കട്ലറ്റിനുള്ള സാധനങ്ങളൊക്കെ അവിടെ സെറ്റാക്കി വെച്ചു. പിന്നെ ചോറിന് അരി ഇടാനുള്ളത് വെള്ളം ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ചൂടായി കിട്ടണം അത്രയും വെള്ളം. അല്ലാത്ത പണികളൊക്കെ ഏകദേശം കഴിഞ്ഞ്. ഇപ്പൊ ഞോല് വരുമ്പോത്തിന് ഞാൻ കവടയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കട്ടെ. മന്തിയാ വെക്കണത്. അപ്പോൾ മന്തി ഒന്ന് സെറ്റാക്കി വെക്കണം. വള്ളം തളിച്ചാൽ പണിയില്ല. ചോറ് വന്ന് ആ ചെമ്പടി തന്നെ ദമ്മിടാനാ പരിപാടി ഇട്ടാ. അങ്ങനെ നമ്മളെ കൊക്കാവട ഇവിടെ ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ കട്ലറ്റിനുള്ളതും പാടെ സെറ്റാക്കി വെക്കാം. അതിന് നെയ്യിന്റെ
മൂടിണ്ടെങ്കിൽ ഉഷാറായിരുന്നു. ഇപ്പൊ നമുക്ക് റൗണ്ടായി കിട്ടും. ഇത് പയ്യൊരു മൂടി ഉണ്ടേന്നു കാണാൻ. നെയ്ന്റെ മൂടി കൊക്കാവടിന്റെ പരിപാടി ഏകദേശം കഴിയാനായിട്ടുണ്ട്. അപ്പൊ ഇതിന് നമുക്കിവിടെ ഈ കട്ലറ്റിനുള്ള സംഭവങ്ങൾ സെറ്റാക്കാം. ഇത് കവർ എന്തെങ്കിലും ഇത് ബ്രെഡ് പൊടിന്റെ കവർ തന്നെ കേട്ടോ. ഓയ് എന്താടാ വന്നോ? ആ മുട്ടായിയോ? ഓയ് പൂക്കടുമ്പോ ഓരുണ്ടാടെ എങ്ങനെ കടന്നതാ ചെറിയാപ്പ് ജ്യൂസ് പറഞ്ഞാല് മാങ്ങ കൊടുക്കാന് വിരുന്നാല് വരുന്നുള്ളൂ. ആ എന്നെ അങ്ങനെ പറ്റൂല. എങ്ങനെ ഒറ്റക്ക് തരാൻ പറ്റിയ മാപ്പച്ചിനോട് വന്ന ഒറ്റക്ക് തിന്ന ഒക്കെ നിങ്ങൾ ഒറ്റക്കല്ല തിന്ന മാറി നേരില്ല. ചിക്കൻ മന്തി മന്തി ഓള് തന്നിട്ടില്ലേ? എപ്പോഴോള് വരുന്നേ? ആക്കടയിലൊരു പീസ് ജാതി മുന്നിക്കട് കരഞ്ഞോണ്ടിയേ. എന്നാ പിന്നെ നമുക്ക് ഒക്കെ നടക്കും. ഇങ്ങനെ കടീനെ ഇതിടുന്നതിക്ക് എന്താ കടണ്ടേ? വളം തച്ചോട്ടെ. ഞാൻ ഏതായാലും ഇങ്ങനെ ആക്കി വെച്ച് കഴിയുന്നത് കുട്ടി ഇപ്പൊ നീച്ചോ പിന്നെ ഉറക്കി. അതിന് ഇറച്ചിങ്ങ വെറുതെ തിന്നണ്ട. മന്തിയിൽ അല്ലെങ്കിൽ തന്നെ പീസ് ഇട്ടാ കാണൂല. ഞാൻ പണികൾ എടുത്തോണ്ടിരിക്കണ അടിയിൽ ഇപ്പൊ ഷംന കേറി വന്നു. ഓളപ്പലും കേറി വന്നു. അമ്മ എന്നാ പോലും കേറി വന്നു. ഇല്ല അമ്മ വന്ന് കുറച്ച് കഴിഞ്ഞിക്കണ. അപ്പൊ ഇതാക്കണ എല്ലാരും ചോദിച്ച ആൾക്കാര് എന്താ ഞങ്ങക്ക് പറയാല്ലേ? കുഞ്ഞാമ്മക്ക് എന്താ പറയല്ലേ? ഇജക്കോള അടിച്ചിങ്ങാട് മൂലക്കൊക്കെ ഇട്ടിക്കണേ. ഓല് മുണ്ടാ പോണാക്കണ. അപ്പൊ അങ്ങനെ എന്തോ ഉണ്ട് കേട്ടോ. എന്താ പറയാനാ? പിന്നെന്തൊക്കെ തന്നെ നമ്മളാരെയും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും കാട്ടിയിട്ടില്ല. അപ്പൊ ആൾക്കാർ ഓരോന്ന് പറഞ്ഞുണ്ടാക്കണം. അങ്ങനെ നമ്മളെ കട്ലറ്റ് ഇവിടെ ആയോണ്ടൊക്കെ ഉണ്ട്. കൊക്കവട ഞാന് പൗതിലറാക്കി ഇതൊക്കെ ആക്കി വെച്ച് റെഡിയാക്കി വന്ന് നേരം വൈകി. അപ്പൊ എന്തിനാ പോയത് വെച്ചാൽ അവിടെ ചെറിയൊരു ഷോർട്ട് വീഡിയോ എടുക്കാണ്ട് പ്രൊമോഷൻ വീഡിയോ. അപ്പോൾ പോയി
ഇവിടെ നമ്മള് ചോറ് ഇപ്പൊ റെഡി ആയോണ്ട് കേട്ടോ. മന്തി ചോറ് വെന്തു. ഇനി നമുക്ക് ഈ ചെമ്പട്ടി തന്നെ അത് ദമ്മിടണം. ദമ്മല്ല, ചിക്കൻ വെച്ചങ്ങാണ്ട് അതിന്റെ മേലെ ചോറ് വെള്ളം മാങ്ങ വാങ്ങിക്കണേ. ഓലെന്തോ കൊണ്ടിക്കണ മറ്റേ സാധനം നമ്മള് വിചാരിച്ചിക്കണോ എന്തോ കൊടുന്ന അതേപോലെ വട്ടം. മൊത്തേക്ക് അപ്പൊ വാങ്ങിയില്ല. അവിടെ വാങ്ങിയാൽ വണ്ടി എടുക്കണ്ടേ നമ്മുടെ സാരിന്റെ വീട്. അപ്പൊ ഓരോ ഫ്രൂട്ട്സ് നിൽക്കണം. അപ്പൊ എന്തേലൊക്കെ അടിച്ച് ഇതാക്കാം. എല്ലാ ടൈം ആകണോ അല്ല. പാലുമേക്ക് പറയാൻ ഓർമ്മണ്ടേ? കുട്ടീനെ ആട്ടി നിന്നപ്പോ പിന്നെ മറന്നു. പാല് വാങ്ങിയേ? അല്ല, പാലുമണ്ടി ഇപ്പൊ വരും. കട്ട ഉണ്ടായാ മതി, സാറില്ല. 5 മണി. അപ്പൊ ഇവിടെ തരി ഉണ്ടാക്കിയാ തുടങ്ങിയാലോ? തറവാട്ടാൽ എന്താ വരാത്ത വെച്ചാൽ ഓരോ നോമ്പ് തുറ കഴിഞ്ഞിപ്പോ വന്നിട്ടുള്ള അമ്മായിക്കും അമ്മമാർക്കും പോയ കളി തിരിച്ചു തന്നിട്ടില്ല. ഇല്ല പോയെങ്കിലാരും എന്താ സൗണ്ട്? പരിപാടി ഏകദേശം അവസാനിച്ചുകൊണ്ട് ഫൈനസ്റ്റ് എന്തടി ഇറച്ചിത്തല്ലേ. ആദ്യം ഞങ്ങള് ലാസ്റ്റ് എത്തിനെ അപ്പൊ അടികാരി. പിന്നെ ഞങ്ങളില്ലേ ഒരു ദിവസം ഇരുന്ന് ആലോചിച്ച് എങ്ങനെ കരിയാതെ കിട്ടും. എന്നിട്ട് അങ്ങനെ ലാസ്റ്റ് ആക്കി. കൊറേ ഇപ്പൊ മന്തി വെച്ചിട്ട് അന്നങ്ങനെ അപ്പത്തോട് പ്രസവിച്ചാൻ പോയിട്ട് വെച്ചിട്ട് സംഭവം അതാണ്. പിന്നെ വെച്ചുണ്ടാക്കാനൊന്നുമില്ല, ജീവല്ലേ ഇനി. പണ്ടൊക്കെ ഉഷാറായിരുന്നേ. പെറ്റ് 5-6 മാസമായി. ഇനി വന്നിട്ടില്ലെങ്കിൽ എന്താ? ഇവിടെ ഓന്റെ തരാ എന്നെ മറ്റൊക്കെ ഒരു കുട്ടിയുണ്ട് കേട്ടോ. രണ്ടാക്കും ഒരേ ഇതാണ്. ഓൻ പോയോ? ഓൻ പാലെടുക്കാൻ കൊണ്ടുപോയി തോന്നുന്നുണ്ട്. തെങ്ങായോ ഇവിടെ ആരെ വരുന്നത്? ഇന്നിക്കുട്ടി വന്നകിനോ? ആ ആരെ വന്നക്കണ? അത് ഇന്നിക്കുട്ടി ഉണ്ടോ? ഇതോള് സേമിയത്തിനില്ല എണ്ണക്കടിയാളെ പരിപാടി കഴിഞ്ഞ് ഇവിടെ കൊക്കവടായി. അടിയില് കള്ളയിട്ടുണ്ട്. പാലിട്ടിട്ടില്ല. ഞങ്ങളായില്ലേ അമ്മ വന്ന് പറഞ്ഞൂടേനോ? തളിച്ചതീകം തട്ടജ്. പണികള് കഴിയാനായി. ജ്യൂസും കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഓല് വന്നപ്പോ നല്ല ഷമ്മാമും കാര്യം തറവാട്ട കൊണ്ടുപോയി അതേ സാധനം കൊണ്ടുവന്നിങ്ങനെ. അപ്പൊ നമ്മളിത് ഞാൻ ഇതുവരെ ജ്യൂസ് അടിച്ചിട്ടില്ല. അപ്പൊ ഇത് ജ്യൂസ് അടിച്ച് നോക്കുകയാണ്. എല്ലാരും അവിടെ ഓരോരോ പണിയിലാണ് കേട്ടോ. അങ്ങനെ നമ്മള് ജ്യൂസും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ പൈനാപ്പിൾ ഇവിടെ അരിഞ്ഞ് വെച്ചിക്കണ്. വത്തക്കൊക്കെ ആയി സൈസ് ആക്കി വെച്ചിക്കണ്. ഇനി ജ്യൂസൊക്കെ ഇടാല്ലേ. ഐസും കട്ട ഫ്രിഡ്ജിലാണ്. അത് വലിച്ചിട്ടും കിട്ടണില്ല. കൊറേ നേരം ഞങ്ങളൊക്കെ വലിച്ചു വെക്കണ്. അനങ്ങണില്ല കേട്ടോ. ഏതോ പശേറ്റ ഒട്ടിച്ചതെന്ന് അറിയില്ല. വളം ഉണ്ട് കേട്ടോ. പൈനാപ്പിൾ അരിഞ്ഞോടൊക്കെയാണ്. കൈയൊക്കെ നോക്കിക്കോ സമന, മുറിഞ്ഞു മുറിഞ്ഞ് കജ്ജില്ല. നോക്കണേ. അപ്പൊ മഞ്ഞ വത്തക്ക ഉണ്ട്, ചുമന്ന വത്തക്ക ഉണ്ട്, നാരങ്ങള ഫ്രിഡ്ജിലുണ്ട്. ഈ സാധനത്തിന്റെ പേരെന്താ? ഷമാമുണ്ട്. ജ്യൂസ് അടിച്ചിരിക്കണ്. കിട്ടിയില്ല. അത് പാലും കൂട്ടിയായത് അങ്ങനെ തന്നെ അടിച്ചേ. പഞ്ചാര കിട്ടാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവം. അവിടെ ചോറായോണ്ട് നിൽക്കുകയാണ്. ചോറ് തമ്മ എന്തായി തരി ആയോണ്ട് നിൽക്കണേ. ഇവിടുത്തെ ലൈറ്റ് ഇടണല്ലേ. ചോറൊന്ന് അളക്കങ്ങള് അന്ന് ഇതാക്കണേ. അങ്ങനെ നമ്മളെ പുകച്ച മന്തി ഇവിടെ കുത്തി റെഡിയാക്കാൻ പോവാട്ടോ. കുറച്ചേ ഇതിൽ തന്നെ കുത്തിയാ മതി. ഇങ്ങോട്ട് ഇവിടെ കരിയാലേ. ഇങ്ങോട്ട് വെക്കോ നിങ്ങള്. ഇവിടക്ക് അല്ലെങ്കിലേ വരും ചൂട്. അതിന്റെ ഇടയില് മയോണീസ് ഒക്കെ ആരായി നോമ്പ് തിന്ന. ജമീലാന്റെ ചൂടല്ലേ. ഇതുകൊണ്ടല്ലേ അടി പൊടിച്ചോന്ന് അറിയാനാണ് ഒരു. അപ്പൊ കുറച്ചേക്ക് മാറ്റിയിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഉറങ്ങാതെ നിക്കൂന്.
ചൂട് അതിന്റെ പോകില്ല. ചൂടിന് ഇവിടെ വരും ചൂടാ. ചോറൊക്കെ ഇങ്ങനെ മാറ്റി. ഓയ് ഓ ഇനി മതി. അന്റെ മകൻ എവിടെ ഉറങ്ങിയോ? ഇതാണ് നമ്മളെ താത്താന്റെ ചെങ്ങായിന്റെ ഒപ്പല്ല തെങ്ങായി അല്ലേ? എന്താ പനി? എന്താ പനി? അന്റെ ഉമ്മശ്ശേടെ ഓനിപ്പോ എത്ര 4 അല്ലേ? മറ്റോന് 90. തെങ്ങായി എന്റെ പൊന്നി എന്റെ പൊന്നി എന്നിട്ട് ഉമ്മശ്ശി അമ്പരെ ഉമ്മശ്ശി അമ്പരെ പോലെ കസിനും വന്നിട്ടുണ്ട് കാര്യമായിട്ട് നമ്മളെ പേര് ഞങ്ങളോളെ വിചാരിച്ചിട്ടില്ല. പോലെ നിങ്ങളോടെ ഇനി നിക്കാണ്ട കാരല്ലേ? ഓറ് വമ്പ വളമ്പലാട്ടോ. അടി കുടിച്ചു കുറച്ച് അത് പിന്നെ നമ്മൾ കൂടെ പറപ്പാണ്. എന്നിട്ട് മേലിട്ടിട്ട് കാര്യം അങ്ങനെ പിടിച്ച അങ്ങനെ കാര്യമൊക്കെ നെയ്യൊക്കെ മയോണൈസ് അല്ലേ കേട്ടോ. ഈ വീഡിയോയില് 4-5 വീഡിയോ ഏതാണ്ട് തെറ്റടിച്ചിട്ടൊക്കെ ഒരേ സത്യാണ്. തിരിച്ചിട്ട് വേറെ ഇല്ല. ഞാൻ ഇന്നലത്തെ വീഡിയോ വരാണ്ടേനി, ഞാൻ ഇട്ടിട്ടില്ല. അപ്പൊ വീഡിയോ ഇതേക്കാരം മുന്നിൽ വരിക. മൂക്കടിച്ചിട്ട് മയോണൈസായി ഒക്കെ കൊണ്ടൊക്കെ ഇട്ടടി. എവിടെ ചെയ്യാന് റിതുവാ? ആ നമ്മളിവിടെ ഇരിക്ക ബാബാ. തോന്നും കൊച്ചുടിക്ക് ഇരിക്ക ബാ. തിന്നാനില്ല നോമ്പറക്കുമ്പോ തിന്നാനാ കള്ള നോമ്പള്ള ബാ ബാ റിതു കൊണ്ടക്ക്. എല്ലാം ശരി എടുക്ക് കൊണ്ടേ കൊടുക്കട്ടോ. മയോണൈസ് നല്ലോണ്ടല്ലോ. മറ്റേ ചമ്മന്തി മാറ്റടി വേണോ? തൈര് മതി. തിന്നാനൊന്നും കഴിയൂല. എന്നടാ ഇത് കളയാതെ കൊണ്ടുപോയിക്കാം. കുടിച്ചിട്ടോ വെക്കൂലേ? ആ അടുത്ത ബൾബില്ലേ ഇവിടെ ടേബിൾ ഇങ്ങോട്ട് നീക്കണം. ഇനി നമുക്ക് എന്താ സമൂസയും കട്ട്ലറ്റ് ഒക്കെ റെഡി ആക്കി വെക്കാം. എങ്ങനെ കൊക്കവട വടയുണ്ട്. ആകെ 2 പ്ലേറ്റ് മതി. അതിനുള്ള ആളെന്നെ ഉള്ളൂ അല്ലേ? അത് നമ്മള് നല്ല ക്വാണ്ടിറ്റിയില് അത് വാരി കൊക്കവട ആയോണ്ട് നമുക്ക് വാരി കോരി കിട്ടാ. ഞാൻ നേരത്തെ നമ്മളെ സെഫിനാന്റെ കട്ട്ലേറ്റ് ആണ് സൂക്ഷിച്ചെടുക്കുക. സൂക്ഷിച്ചെടുത്തിട്ടില്ലെങ്കിൽ ഇത് കിഴങ്ങ് കച്ചവടം സെഫിന കിഴങ്ങ് തടിയാണ് കജ്ജിൻ്റെ ഉള്ളിൽ. നമ്മളെങ്ങനെ വെക്കണമെങ്കിൽ നമ്മളതിന്റെ ഡെക്കറേഷൻ ചെയ്യണം. നമ്മുടെ തൈര് ഉണ്ടാക്കട്ടോ. നമ്മളെ ജീവനാണ്. എന്നാ ഞങ്ങൾക്ക് വരുമോ അങ്ങോട്ടോ ഒക്കെ അവിടെ തുറന്നിട്ട് അമ്മ വരാം. എന്നുണ്ടാക്കണ് ഇപ്പാനിട്ട് തരാനൊക്കെ ഗതിയോട്. നേരത്തെ തന്നാ മതി. വണ്ടിയില്ലേ അടുത്ത ആഴ്ച ആർക്ക് പറഞ്ഞ നമുക്ക് വലിയ പരിപാടിയാ. പരിപാടി അവിടുത്തെ വിളിച്ചു ഇവരെ കാത്തുനിന്നിട്ട് അവിടെ ഒരു തുറവി കഴിഞ്ഞു. ഇനി 2ാം തുറവി നടത്താൻ പോവുകയാണ്. നോമ്പ് കഴിഞ്ഞില്ലേ? നോമ്പ് കഴിഞ്ഞിട്ടോ നോക്കല്ലേ ഉള്ളൂ. വരാന്ന് ഏതായാലും പറയോണ്ടു. ഓല് പറയുമ്പോ ക്ലാസ്സാണ്. അപ്പൊ ഈ സാധനങ്ങളൊക്കെ നമ്മള് റെഡി ആയി കഴിഞ്ഞു. എന്നാലും ഇതാ ചോറ്റണ്ടേ? അത് അതിലുണ്ട് കൊണ്ടു വെച്ചിക്കണം. കഴിഞ്ഞിട്ട് കൊണ്ടുവെക്കാം. ആ ഒക്കെ സെറ്റായില്ലേ? കുട്ടിന്റെ അമ്മാനായിട്ട് ഇവിടെ ഇരിക്കണ്ട്. കൊച്ചു TV കാണാൻ തിരക്കിലാണ്.
ആ മുന്നോട്ട് വർഷമാണ് എന്തേ വോയിസ് വിടാൻ വന്നേരി ഒക്കെപ്പാട് ഞാൻ ഇന്ന് തന്നെ കൊടുക്കണം. നോമ്പ് വിടാറുള്ളതാ. ആ കാരക്ക എടുക്കണല്ലേ? കാരക്ക പൊട്ടിച്ചാത്തടെ ഇരിക്കല്ലപ്പ കൊണ്ട് തരി എടുക്കണ്ട കൊടുക്കാനയക്കണം കേട്ടോ. മപ്പ വരും. കാരക്ക എടുക്കടി. കാരക്ക ഇരുന്നോളി. അങ്ങനെ ഗൈസ് ചത്തിട്ട് ഞാൻ ഇപ്പൊ വന്നിട്ടുള്ളൂ. എന്നാ തന്നെ ഞാൻ പോയത് സിഫ്നെ പറ്റിയിട്ടില്ല. കാരണം ഓല അങ്ങനെ വിളിച്ചപ്പോ ഇട്ടിട്ട് പോരാനും വെച്ച ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് പോയി ഞാൻ നടുവ് കുടുങ്ങിയേക്കാണ്. കഴിഞ്ഞ അതിന് ഞാൻ ഒക്കെ കാട്ടി കൊടുത്തിരുന്നു. നാരങ്ങൾ അവിടെ നമ്മള് കിണ്ടി കേട്ടോ ഇടുക്ക് മേലെ നാരങ്ങള് നമുക്ക് അതിലാണ് പറ്റുക. ചായക്ക് വെള്ളം മുക്കിയണോ? ഇമ്മയൊക്കെ ഇപ്പൊ പൊട്ടിച്ചുണ്ടാവും. നേരല്ല ഇപ്പൊ വാങ്ങി കൊടുക്കും പോരി. ഉണ്ടാവടി നാരങ്ങളും. അതിനെ ടി വി ഒക്കെ ആക്കാട്ടോ. വാങ്ങിപ്പോ കൊടുക്കും. വാങ്ങി കൊടുക്കണം. ഇപ്പൊ കൊടുക്കും. അതിന് ശരിയായിക്കോ. ഇരുന്നോടി ഇരുന്നോ എല്ലാരും ഇരുന്നോളി. വരി വരി ഇരിക്ക്. ഇത് എന്റെ ആരാന്ന് പറഞ്ഞേ? ഉമ്മാന്റെ ചെറിയ കുട്ടിയാണ്. 200 ഉണ്ട്. അപ്പൊ ചെങ്ങായിയേ എന്റെ ചെങ്ങായിനെ ഞാൻ ഓർക്കി കടത്തിക്ക കേട്ടോ. ഒക്കെപ്പാടെ ശരിയാകൂല. ഒരു വിധത്തിലൊക്കെ ശരിയായില്ല സമന. അപ്പൊ കൊടുക്കും. ഇരിക്കി ഞാൻ ഇപ്പാനെ കൊണ്ട് ഇവിടെ ഇനി നോമ്പറക്കാൻ നേരം വൈകിയാലോ. കയ്യേക്ക് വാ. ജ്യൂസും ഉണ്ട് കേട്ടോ. കട്ടയൊക്കെ ഇട്ടിക്കണ ഐസും കട്ട കിട്ടാൻ നേരം വൈകി. ഇതോ ഞാൻ പറഞ്ഞു പച്ചളം കൊണ്ടേ പച്ചളം മറന്നടി അതെന്നോളിപ്പാ പച്ചളത്തിന് ഉപ്പിട്ടാലോ. ഞാൻ ഇരുന്നോളി സ്ഥലല്ലേ പച്ചളട്ടോ. അത് ടി വിയിലെ ഫോണില് ഞാൻ ജ്യൂസ് വെച്ചാണ്. നോമ്പില്ല. നമ്മളെ ഇവിടുത്തെ 8 കുട്ടികള് തെങ്ങായോ ഒരേ തരായിട്ടാടി. എന്താ പണി? അനക്ക് ചങ്ങായിനെ കിട്ടിയിരിക്കണോ? അത് നിങ്ങളതാണ്. നിങ്ങളത് സ്വിച്ച് ഓഫാ തെങ്ങായോ? നമ്മള് സ്വർണ്ണക്കുട്ടിയാണ്, വെള്ളിക്കുട്ടിയാണ്. നമ്മള് വെള്ളിക്കുട്ടിയാണ്. ഓൽക്ക് അറിയില്ലല്ലേ. കുറച്ചുകൂടി നമ്മളേക്കാരോ തല്ലൂടിയാ ഒരുമിച്ചേക്കാരോ. ഇല്ലല്ലേ മുട്ടായി ഒന്നുമില്ല. എത്ര ഉണ്ടാവോ? ഒരു ദിവസം എത്ര വളരുമോ? ഓള് ചോറില്ല മുടിയില്ല ഒന്നാമത് കുട്ടിക്ക്. അതാ പ്രശ്നമായത്. പിന്നെ കാലുമ്പോ നല്ല സാധനം. അതൊക്കെ അറിയാതെ നമ്മളെല്ലാരും
പോയി പോയി ആള് മാറിയിരിക്കണേ പോയി ആരാണ് എപ്പോഴാ ആരാണ് ചോറ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കില്ല കേട്ടോ 8 മണിയാ നേരം വീതന നന്നാക്കലൊക്കെ നാളെ അത് നമ്മളെ സിഗ്നാന്റെ സ്വന്തം മന്തി വെച്ചിക്കണ് ചിക്കൻ മന്തി അല്ലേ തൈരുണ്ട് കേട്ടോ തൈര് മയോണൈസ് പിടിച്ചില്ലല്ലേ അപ്പൊക്കെ ഇവിടെ കുട്ടികളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം പിരിക്കുണ്ടോ അലയാക്ക പിരിക്കണോ ഒപ്പഴ ഇരുന്നോളി ആർക്കും കണ്ണാണൂലല്ലോ നിങ്ങൾ പറയുന്ന കേട്ടാ സിബിന് എന്താട്ടി ഇങ്ങനെ അളിയാക്കാനെ തോനെ കൊണ്ടുപോയി കൊടുത്തേക്കണേ നമ്മൾ കുട്ടിയാണ് പറഞ്ഞിട്ടേ സിബ്ന പിന്നെ പിന്നെ ഇത് കൊണ്ടേക്കല്ലോ തുടങ്ങട്ടെ ഇജ്ജ് എന്നാ പോകുക ഇവിടെ എത്ര ശനിയാഴ്ച പോകും പെരയിലോളം ഉണ്ടാവലില്ല ഇരുന്നോളി ഇരിക്കണ്ടോ ഇരുന്നോളി ഇരുന്ന് വാണി ചോറുന്ന് വെച്ച് പിന്നെ തിന്നൂല ഇതിനെ കൂത്തിരുന്നോളി ചെല് ഇതാനേ ചോർന്നു അങ്ങ് തിന്നോളി അതിനെ എന്നാ പെൽച്ചക്ക് മന്തി ആയതുകൊണ്ട് പെൽച്ചക്ക് തിന്നേണ്ട ആവശ്യമൊന്നുമില്ല തണുത്ത് മതിയോ മയോണൈസ് എടുത്തുക്കണോ ഇത് മയോണൈസ് എടുത്തോളൂ റീ മയോണൈസ് എടുത്തോളൂ ഫ്രിഡ്ജിൽ നിന്ന് രസമുണ്ടോ വീനു രസമുണ്ടോ എനിക്കുമാണോ നീരുന്നോ കുത്തുണ്ടെങ്കിൽ പറഞ്ഞോളി അത്തിയില് പരിഹരിക്കുക ഫോണല്ലേ ആരതാണ് സിപ്നാന്റെ നീല തിന്നോ മൂത്ത ഞാൻ ആരുമില്ല തിന്ന അങ്ങനെ നേരം കുറേ ആയി ഏകദേശം 8:30 ടൈം ആവാനായി ഓലൊക്കെ പോകാൻ നിൽക്കാല്ലേ നല്ല ജഗ പുക മാറ്റലും കാര്യത്തിലൊക്കെ അല്ല ഇതൊക്കെ വന്നപ്പോ കൊണ്ടുപോവാ ഇതൊന്നും ഞങ്ങളുടെ അല്ലട്ടോ വണ്ടി ഓട്ടുമ്പോ വണ്ടി കയറാൻ പേടിയാണ് നോമ്പ് തുറന്ന് മന്ദപ്പില് നടക്കാണ് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ പോവാനോ ടാറ്റാ ടാറ്റാ ഒക്കെ എടുത്തോ ലിപ്സ്റ്റിക് ഒക്കെ എടുത്തോ അതിനെക്കാരം വരിക ജോണ്ടോ എന്നാല് എല്ലാരും ചോദിച്ചോളൂ കുഞ്ഞാമ്മ വണ്ടി ഓടിക്കും ഹെവി ഡ്രൈവറാണ് ഹെവി ഡ്രൈവർ തിരിച്ച് 2 മണിക്കൂർ എടുക്കുന്നൊക്കെ ഉള്ളൂ ലേറ്റ് ഒക്കെ എത്തുണ്ട് അലയാക്കാന്റെ സ്കൂട്ടി പുതിയതാണ് അറിയാ പച്ച നീല ലേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അതിനടുത്തോക്കാ ഞാൻ എടുത്തോളാം അതാ അങ്ങനെ ഇജ്ജ് പോവണ്ടോ ഞാൻ പോവാ ഇല്ലല്ലോ പെരുന്നാക്കുവാ തേങ്ങായേ പെരുന്നാക്ക് മാറ്റോ പോയിക്കോളി ഓണടി തുടങ്ങിയേക്കുന്ന ഡ്രൈവർ
കൊറേ ആയി ഞമ്മൾതൊന്നല്ല അന്റെ ഉമ്മാന്റെ ഫോണ് നിഷാനന്റെ ഫോണ് അവിടെ ചാടിയിട്ടുണ്ടാവും തെങ്ങായി ടാറ്റാ ടാറ്റാ ആ കുട്ടികളെ വെക്കണ് കിട്ടിയില്ല ആ നിലത്ത് കൂടെ അത്തിപ്പായല്ല ഒരു ചോന്നായ ആ ചോപ്പന്നെ അങ്ങനെ ഇനി പോണോ വണ്ടി മാറ്റിച്ച് നോക്കിയാ അമ്മായി ഇതില് പോലെ കുഞ്ഞാമ്മ അയിലെന്നെ കറങ്ങിയിട്ട് പോയിക്കോളി അമ്പുണ്ട് 2 അമ്പ് ഇവിടെ ആ താഴെ മാറി ഇത് തിരിച്ചു ഓളിപ്പോ ചമ്മന്തി അവന് എന്തിനാ ആളായി കേറിയ അനക്ക് മൂട് പറഞ്ഞു കൊടുത്തിട്ട് കയറിയ പോലെയോ അടവുമാറ കഴിഞ്ഞിട്ടില്ല മാറ്റി പോയിക്കോ അപ്പുറത്ത് കൂടെ പോയി ആ വണ്ടിന്റെ ഗ്യാപ്പ് ഉണ്ട് ആയിക്കൂടെ പോകാൻ ഇല്ലല്ല മാട പോണോ ഇളച്ചിന്റെ കൂടെ അങ്ങനെ അതിൽ പോയിരിക്കാണ് നോമ്പ് തുറയും കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങള് ശത്രുക്കൾ അതേ പോകുന്നു ശത്രുക്കളെ അറിഞ്ഞു ഞങ്ങൾ ശത്രുക്കളെ ഞങ്ങൾ ആരും ഒന്നും ചെയ്യൂല കേട്ടോ ആലക്കോണ്ട് പണ്ടടിച്ചീനി കുഞ്ഞാമാനെ പറയുന്ന കേട്ടു എങ്ങനെ ആലക്കോണ്ട് അടിച്ചീനിന്ന് ആണോ നിങ്ങളെ പലേതിപ്പോ പറഞ്ഞു ഇപ്പൊ എന്തായി ഞങ്ങൾ ഒന്നായി നിങ്ങൾ പറഞ്ഞു ഒന്നാവാൻ എന്തേലും ഉണ്ടോ അല്ല ആ നിങ്ങൾ അങ്ങനെ ഞങ്ങൾ ഒന്നേ ഒരു രക്താണ് ഇല്ലേ ഞമ്മള് ഓൽക്ക് കൊടുത്തു ഓല് പോകാന്നപ്പോ നമ്മള് രക്തത്തിന്റെ പെണ്ണുങ്ങളാണ് അത് ഓല ഒന്നായി ഓയ് പോയി ആ അമ്മാന്റെ അളച്ചു വന്ന് പോയേ അങ്ങോട്ട് വരുന്നേ ഞങ്ങൾ എന്താ പറയാ നിങ്ങൾ പറഞ്ഞോണ്ട് ഒരു കമന്റ് ഇട്ടതില് ഞങ്ങളത് ഒരു മുജീബ് എന്നുള്ള കമന്റില്ല നിങ്ങൾ വെല്ലുവിളിച്ചാണ് കാരണം ഉണ്ടാവുമ്പോ ഇടക്കിടക്ക് ഞങ്ങൾക്ക് കാരണം ഓൾക്ക് വീട്ടിൽ വരാൻ ഇപ്പൊ പ്രശ്നമില്ല കാരണം നമ്മൾ ഓല ഭാഗംപാടെ ചിന്തിച്ചാൽ ആദ്യം ഓൾത് കല്യാണം കഴിഞ്ഞിട്ടില്ലേനി അപ്പൊ കെട്ടിച്ച പെരി പോയി നമ്മൾ പല ഫേസും കാര്യമൊക്കെ ഇതാക്കേണ്ടി വരും കുടുംബക്കാരത് കാണേണ്ടി വരും അപ്പൊ അതൊക്കെ നമ്മൾ നോക്കണം ഇതിപ്പോ ഞങ്ങളത് 27 പേരുണ്ട് 27 പേരക്കാരങ്ങൾ ഇന്നേ വരെ കണ്ടിക്കണു അത്ര നിങ്ങൾ ആലോചിച്ചു ഓലോട് തുറവുണ്ടാവും പറഞ്ഞിക്കണ് ചെലപ്പെങ്കി ഇൻഷാല്ല ചെലപ്പെങ്കി പോകുമ്പോഴത്തെ സാഹചര്യം എന്തായതാ ഒക്കെ അറിഞ്ഞിട്ട് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു നോമ്പ് തുറ വ്ളോഗ് അല്ലേ ഇന്നത്തെ വ്ളോഗിന് കാരണം നിങ്ങളുമാണ് ചെറിയാപ്പ് വന്നിട്ട് ഇനി എല്ലാവർക്കും ഫുഡ് കഴിച്ചുമ്പോ കാണാം പൂങ്ങാരൊക്കെ കഴിഞ്ഞപ്പോ ഇവിടെ ഒക്കെ ചെറിയാപ്പ് വന്നിക്കണ് ആളിയാക്കിയൊക്കെ ചോറ് തിന്നാണ് നിങ്ങൾ എടുത്തോളി നിങ്ങൾ എടുത്തിട്ടില്ല കണ്ടാ മതി തൈരാണ്ട അലയാക്കാക്ക് തൈരാണോ തൈരാണ്ട നിങ്ങൾ മയോണൈസ് അല്ലേ ചായ ഉണ്ടേ ചായയില് മധുരട്ട ഗ്ലാസ് ആണോ അല്ലേ ചെറിയപ്പോ സിഫ്നുണ്ടാക്കിയോ അവിടെയൊക്കെ എങ്ങനെയുണ്ട് പെണ്ണുങ്ങൾ ഉണ്ടാക്കിയേ അടിപൊളി അവിടെ ഇതിനൊന്നുമില്ല അടിപൊളി ഞങ്ങള് തിന്നിട്ടില്ലേ അല്ലാത്തൊരു കണ്ടോ ഞങ്ങള് ആ വെള്ളം കുടിച്ച ആ ഓല് തുറക്കാൻ വരികയാണെന്ന് വിളിച്ചപ്പോ പോന്ന അപ്പൊ ഇനി ഏതായാലും ആ കറ ഞമ്മള് ഓരോ പച്ചറിയാണേ
നിങ്ങളെന്താണ് നിങ്ങൾക്ക് നന്നായിക്കൂടെ ഈ റമദാൻ മാസത്തില് അങ്ങനെ എങ്ങനെയാർന്ന് ഒരു മുജീബ് എന്നുള്ള ആള് വെല്ലുവിളിച്ചേന് ധൈര്യം എനിക്ക് ഓലും കൂട്ടി നോമ്പ് തുറവ് എടുത്തുന്ന് ഞങ്ങള് പഠിച്ച റബ്ബേര് വിളിച്ചെത്തിയല്ലോ നമ്മള് തറവാട്ടിലോല് വിളിച്ചുമ്പോ അന്ന് ഒരുമിച്ചാന്നുള്ള ഇതിലായിരുന്നു. പിന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഞങ്ങൾ ഫുഡും കഴിച്ച് വൈൻഡപ്പ് ആക്കുകയാണ്. അപ്പൊ ഇനി അടുത്ത വീഡിയോയില് കാണാം എല്ലാവർക്കും. അസ്സലാമു അലൈക്കും.